കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ റോഡിലെ ടോൾ പിരിവിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രദേശവാസികൾ. യാത്രാവാഹനങ്ങൾ ഒഴിവാക്കി കണ്ടെയ്നർ ലോറികളിൽ നിന്ന് മാത്രം പണം പിരിക്കുമെന്ന് ടോൾ പ്ലാസ അധികൃതർ അറിയിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, പ്രതിഷേധം തുടരുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, കണ്ടെയ്നർ റോഡിലെ പൊന്നാരിമംഗലം ടോൾ പ്ലാസയിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ടോൾ പിരിവ് ആരംഭിക്കും എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ അത് ടോൾ പിരിവ് ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല. പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ പിരിവ് ഇതുവരെ തുടങ്ങാൻ കഴിയാതിരുന്നത്. ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കളമശ്ശേരി വല്ലാർപാടം ഇവയെ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയുടെ ഈ സർവീസ് റോഡ് ഉൾപ്പെടെ പണി പൂർത്തിയാകാതെയാണ് ഇപ്പോൾ ടോൾ പിരിവ് തുടങ്ങാൻ പോകുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. പ്രാഥമിക സൗകര്യങ്ങൾ പോലും പൂർത്തിയാക്കാതെ ഇത്തരത്തിൽ ടോൾ പിരിക്കുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും ഈ സമരത്തിനുണ്ട്. സംയുക്തമായ രീതിയിൽ ഇവിടെ വളരെ രാവിലെ തന്നെ എത്തി ഇവിടെ പ്രതിഷേധം ആരംഭിച്ചതോടെ ടോൾ പിരിവ് തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത് ഇന്ന് രാവിലെ 8 മണി മുതൽ ടോൾ പിരിവ് ആരംഭിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദേശീയപാത അതോറിറ്റി അധികൃതരും പോലീസും ഈ സമരക്കാരും തമ്മിൽ അനൌദ്യോഗികമായും മറ്റും ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ ആദ്യം ഒരു ധാരണയിലെത്തിയത് മറ്റു വാഹനങ്ങളെല്ലാം ഒഴിവാക്കാം, കണ്ടെയ്നർ ലോറികളിൽ നിന്ന് മാത്രം ടോൾ പിരിവ് നടത്തും എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്നാൽ അതും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രാഥമികമായ പണികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ്, പ്രത്യേകിച്ച് സർവീസ് റോഡ് ഉൾപ്പെടെ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ടോൾ പിരിവ് നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും ടോൾ പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ടോൾ പിരിവ് ഉണ്ടാകുമോ, ഒരുപക്ഷെ ടോൾ പിരിവ് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതായത് ഉമേഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോൾ പിരിക്കുന്നതിനെതിരെ അല്ല, മറിച്ച് പ്രാഥമികമായി ഉണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് നിർബന്ധമാക്കണമെന്നാണോ പ്രദേശവാസികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്? തീർച്ചയായും അത്തരത്തിലാണ് ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇതിന്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷം മുമ്പാണ് ഇതിന്റെ പണി ആരംഭിച്ചത്. 2015 ടോൾ പ്ലാസ നിലവിൽ വരികയും ചെയ്തു. ഇതിനു മുൻപ് പലതവണ ഇത്തരത്തിൽ ടോൾ പിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും പണി പൂർത്തിയായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇവർ തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് അത് വീണ്ടും അത്തരത്തിൽ ടോൾ പിരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ടോൾ പ്ലാസ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇവർ ശക്തമായ നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ ഉള്ളത്. സർവീസ് റോഡ് ഉൾപ്പെടെ പൂർത്തിയാകാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇത് 540-550 കോടിയോളം രൂപയുടെ പദ്ധതിയായിരുന്നെങ്കിലും ഇത് പണി പൂർത്തിയായപ്പോഴേക്കും 900 കോടിയുടെ പദ്ധതിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തുകയെല്ലാം ടോളിലൂടെ പിരിക്കാനുള്ള തീരുമാനവും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സർവീസ് റോഡെങ്കിലും പൂർത്തിയാകാതെ അത്തരത്തിൽ ടോൾ പിരിവ് അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കണ്ടെയ്നർ ലോറികളിൽ നിന്ന് മാത്രമായി പിരിക്കുകയാണെങ്കിൽ പോലും അതും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇവർ ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടുകാരും ദേശീയപാത അതോറിറ്റി അധികൃതരും പോലീസും എല്ലാം ചേർന്ന് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആനന്ദ്, ശരി. KM ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം കുറിക്കും. 31-ന് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബഡ്ജറ്റ് വികസനത്തിനും ജനപ്രിയ പദ്ധതികൾക്കുമാകും മുൻതൂക്കം നൽകുക. കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിനാണ് നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കം കുറിക്കുന്നത്. ഏറെ രാഷ്ട്രീയ വിഷയങ്ങൾക്കും വിവാദങ്ങൾക്കും ഇത്തവണ സമ്മേളനകാലം സാക്ഷിയാകാനാണ് സാധ്യത. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവിൽ സഭയ്ക്കുള്ളിൽ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത അതേ നിലപാട് തന്നെയാകും പ്രതിപക്ഷം ഇത്തവണയും സ്വീകരിക്കുക. പ്രളയാനന്തര കേരളത്തിന്റെ വികസന കുതിപ്പിന് ചിറകു നൽകുന്നതാകും ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്.
റവന്യൂ ചെലവിലുണ്ടാകുന്ന വർധനവ് ധനമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കിനെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ടെങ്കിലും വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികളെ കരുതാനുള്ള നടപടികളും ബഡ്ജറ്റിലുണ്ടാകും. കിഫ്ബി തന്നെയാകും ഇത്തവണയും ധനമന്ത്രിയുടെ തുറുപ്പുചീട്ട്. ഇതുവരെ 60,000 കോടി രൂപ പ്രഖ്യാപിച്ച് വിജയിക്കുകയും 34,000 കോടിയുടെ അനുമതിയും നൽകിയ കിഫ്ബിയെ ശക്തിപ്പെടുത്തി മുൻപോട്ടു പോകാനാകും ഐസക്കിന്റെ തീരുമാനം. പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ബഡ്ജറ്റ് പ്രാധാന്യം നൽകും. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് പ്രാധാന്യം നൽകിയുള്ള ബഡ്ജറ്റ് റീബിൽഡ് ബെറ്റർ എന്ന കാഴ്ചപ്പാടാകും മുൻപോട്ട് വയ്ക്കുക. രാജ്യാന്തര ധനസമാഹരണത്തിലൂടെ കേരള വികസനത്തിനുള്ള പുതിയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിലുണ്ടാകും. ഒപ്പം ചിലവ് ചുരുക്കാനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റ് മുൻപോട്ട് വയ്ക്കും. ബഡ്ജറ്റിന്മേലുള്ള പൊതുചർച്ച ഫെബ്രുവരി 4 മുതൽ 6 വരെ നടക്കും. 7-ന് സഭാ സമ്മേളനം അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയെന്ന KSEBയുടെ നേട്ടമാണ്. മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞത് വൈദ്യുതി ബോർഡിന് പുതുജീവൻ നൽകുന്നു. മൂലമറ്റത്ത് സ്ഥാപിക്കുന്ന രണ്ടാമത്തെ പവർ ഹൌസിനും സോളാർ പദ്ധതികൾക്കുമുള്ള സഹായമാണ് ബഡ്ജറ്റിൽ വകുപ്പിന്റെ പ്രതീക്ഷ. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി, തൊട്ടിയാർ, അപ്പർ കല്ലാർ, ചെങ്കുളം ഓഗ്മെന്റേഷൻ എന്നിങ്ങനെ 9 ജലവൈദ്യുത പദ്ധതികളാണ് പുനരാരംഭിച്ചത്. 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണം ബോർഡിന്റെ നിർമ്മാണത്തിലുള്ള പദ്ധതികളിൽ ഏറ്റവും വലുതാണ്. 1976 കമ്മീഷൻ ചെയ്ത ശേഷം മൂലമറ്റം പവർ ഹൌസിലെ ജനറേറ്ററുകളുടെ നവീകരണം ഇതാദ്യമായി നടത്തിയതും ഈ സർക്കാരിന്റെ കാലത്താണ്. ഇടുക്കി അണക്കെട്ട് ഉൾപ്പെടെ സംസ്ഥാനത്തെ 37 അണക്കെട്ടുകളിൽ പെയിന്റിംഗ്, വെളിച്ചം സ്ഥാപിക്കൽ തുടങ്ങിയ നവീകരണവും നടക്കുന്നുണ്ട്. മൂലമറ്റത്ത് സ്ഥാപിക്കുന്ന പുതിയ പവർ ഹൌസുമായി ബന്ധപ്പെട്ട പഠനം അന്തിമഘട്ടത്തിലാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി പറഞ്ഞു. 30% ഇപ്പോൾ ഉത്പാദനം നമുക്ക് ആവശ്യമുള്ളതിന്റെ, അത് 100% ആക്കുക. 1000 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതിൽ 500 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ ഡാമിൽ നിന്ന്, 500 മെഗാവാട്ട് കെട്ടിടത്തിൽ നിന്ന്. ആ നിലയിലുള്ള പരിപാടിയുണ്ട്. അതോടൊപ്പം ചെറുകിടയും ഇടത്തരവുമായിട്ടുള്ള പുതിയ വൈദ്യുതി പദ്ധതികളുടെ ആലോചനയുണ്ട്. പ്രളയം തകർത്ത പമ്പയിൽ ശബരിമല സീസണിൽ KSEB നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. പ്രളയനാളുകളിൽ വെറും 10 ദിവസം കൊണ്ടാണ് 25 ലക്ഷം പേർക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. 820 കോടി രൂപയുടെ നഷ്ടം പ്രളയം കാരണം ബോർഡിന് ഉണ്ടായിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 2500 കോടി രൂപയോളമാണ് KSEBക്ക് ലഭിക്കാനുള്ളത്. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം തേടുന്നതിനൊപ്പം ഈ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശ്രമവും വൈദ്യുതി വകുപ്പ് നടത്തേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏറെ പ്രതീക്ഷയിലാണ് വ്യവസായ ലോകവും. പ്രളയം തകർത്തെറിഞ്ഞ വ്യവസായ സംരംഭങ്ങൾക്ക് പുതുജീവൻ പകരുന്നതാവും ബജറ്റ് എന്ന വിശ്വാസത്തിലാണ് വ്യവസായികൾ. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിൽ പ്രധാന പങ്കുവഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുത്തനുണർവ് പകരുന്ന നടപടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നും വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നു. പൊതുമേഖലാ വ്യവസായങ്ങൾ റെക്കോർഡ് നേട്ടത്തിലേക്ക് കുതിച്ചതുൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ 2.5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് വ്യവസായ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സാധ്യമായെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ വ്യവസായ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വ്യാവസായിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള നടപടികളും നിർദ്ദേശങ്ങളും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വ്യവസായ വാണിജ്യ ലോകം പ്രതീക്ഷിക്കുന്നത്. സാങ്കേതിക നൈപുണ്യമുള്ള മനുഷ്യമൂലധനം ഉപയോഗിച്ച് കൂടുതൽ സംരംഭങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 1500ഓളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനായി നേരത്തെ നീക്കിവെച്ച തുകയ്ക്ക് പുറമെ കൂടുതൽ സഹായം ബജറ്റിലുണ്ടായേക്കും. തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്ക്, കൊച്ചി ആമ്പല്ലൂരിലെ ഇലക്ട്രോണിക്സ് പാർക്ക് തുടങ്ങിയവ അതിവേഗം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന ബജറ്റാണ് വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നതെന്ന് വ്യവസായിയായ ES ജോസ് പറഞ്ഞു. പ്രളയ ദുരന്തത്തിൽ നിന്ന് കരകയറുന്ന സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾക്കും ചെറുകിട വ്യവസായ മേഖലയ്ക്കും ഉണർവ് പകരുന്ന നടപടികൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും ES ജോസ് പറഞ്ഞു. സാമ്പത്തിക മേഖല എന്ത് ചലനം നടത്തിയാലും വാണിജ്യ വ്യവസായികൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ഗുണം കിട്ടും. പുതിയ ആൾ വരികയാണെങ്കിൽ, പുതിയ നിക്ഷേപകർ വരികയാണെങ്കിൽ അവർക്കും കിട്ടും. അപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ചാൽ മാത്രമേ പുതിയ നിക്ഷേപകർ വരുള്ളൂ. ഇവിടെ ഒരു വളർച്ച കാണിക്കേണ്ടത് നിലവിലുള്ള വാണിജ്യ വ്യവസായികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുമ്പോഴാണ്. നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. താൽക്കാലിക ആശ്വാസം എന്നതിലുപരി ദീർഘകാലാടിസ്ഥാനത്തിലെ വ്യാവസായിക വാണിജ്യ വികസനത്തിനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വ്യവസായികളും വ്യാപാരികളും കണക്കുകൂട്ടുന്നത്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
പുതിയ CBI ഡയറക്ടറെ തീരുമാനിക്കാനായി ഉന്നതാധികാര സമിതി ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേരും. പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നിവരാണ് അംഗങ്ങൾ. അതേസമയം നാഗേശ്വർ റാവുവിനെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെ സന്നദ്ധ സംഘടനയായ കോമൺ കോസ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ജനുവരി 10-നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതാധികാര സമിതി അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകിയത്. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെ ഔദ്യോഗിക പദവിയിലുണ്ടാവൂ. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ചുള്ള ലിസ്റ്റ് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം തയ്യാറാക്കിയത്. ഇതിൽ 3 പേരുടെ പട്ടികയാണ് ഇന്ന് ഉന്നതാധികാര സമിതി പരിഗണിക്കുക. NIA ഡയറക്ടർ ജനറൽ YC മോദിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. അസം, മേഘാലയ കേഡർ ഉദ്യോഗസ്ഥൻ ആയ മോദി ഗുജറാത്ത് വംശഹത്യ കേസുകൾ അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോടാണ് കൂടുതൽ താല്പര്യമെന്നാണ് വിവരം. യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും എടുക്കുന്ന നിലപാട് നിർണായകമാവും. അലോക് വർമ്മയെ പുറത്താക്കാൻ തീരുമാനിച്ച സമിതി യോഗത്തിൽ ഖാർഗെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ചീഫ് ജസ്റ്റിസിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത ജസ്റ്റിസ് AK സിക്രി പ്രധാനമന്ത്രിക്കൊപ്പം നിന്ന് നിലപാടെടുക്കുകയായിരുന്നു. അതേസമയം ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചതിനെതിരെ സന്നദ്ധ സംഘടനയായ കോമൺ കോസ് നൽകിയ ഹർജി ജസ്റ്റിസ് AK സിക്രിയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് നേരത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറിയിരുന്നു. ഉന്നതാധികാര സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജഡ്ജി നിയമന കാര്യത്തിലെ കൊളീജിയം തീരുമാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീംകോടതി മുൻ ജഡ്ജിയും കൊളീജിയം അംഗവുമായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. ഡിസംബർ 12-ന് കൊളീജിയം കൈക്കൊണ്ട തീരുമാനങ്ങൾ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്താത്തത് എന്തുകൊണ്ട് എന്നറിയില്ല. കൊളീജിയം തീരുമാനം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ആരോടും ആവശ്യപ്പെടേണ്ടതില്ല. അത് അപ്ലോഡ് ചെയ്യുക എന്നതാണ് രീതിയെന്നും ലോക്കൂർ ചൂണ്ടിക്കാട്ടി. രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗി, ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ എന്നിവരെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്താനുള്ള ഡിസംബർ 12-ലെ കൊളീജിയം തീരുമാനം എങ്ങനെ മാറിയെന്നറിയില്ല. പുതിയ ജഡ്ജിമാരുടെ പേരുകളെ കുറിച്ച് തന്നെ അറിയിച്ചിരുന്നില്ല. കൊളീജിയം തീരുമാനം പരസ്യപ്പെടുത്താത്തതിൽ അതൃപ്തിയുണ്ടെന്നും മദൻ പി ലോക്കൂർ ദില്ലിയിൽ പറഞ്ഞു. Well, there was a meeting on the 12th of December undoubtedly, and certain decisions were taken, and that is reflected in the resolution of 10th of January. Now, what happened between 12th of December and 10th of January, I am not privy to it at all. So really, I can't say what happened. That's not my job. A decision has been taken, and in the normal course, it should have been put up. It was not put up. I'm disappointed. Why it was not put up is not my business. കൊളീജിയം തീരുമാനം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യലാണ് സാധാരണ രീതി. എന്നാൽ അത് നടക്കാത്തതിൽ അതൃപ്തിയുണ്ട്. സുപ്രീം കോടതി അടക്കം എല്ലാ സ്ഥാപനങ്ങളിലും സുതാര്യത വേണം. ജഡ്ജി ആയിരിക്കുമ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു തനിക്കെന്നും ലോക്കൂർ കൂട്ടിച്ചേർത്തു. അഭിഭാഷക കൂട്ടായ്മയുടെ വെബ്സൈറ്റായ ദി ലീഫ്ലെറ്റ് ദില്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു മുൻ ജസ്റ്റിസിന്റെ പ്രതികരണം. 2018 ജനുവരിയിൽ 4 ജസ്റ്റിസുമാർ വാർത്താ സമ്മേളനം നടത്തിയതിലൂടെ സുപ്രീം കോടതിയിൽ കൂടുതൽ സുതാര്യത ഉണ്ടായെന്നും കൊളീജിയം ശുപാർശകൾക്ക് മേൽ സർക്കാർ അടയിരിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും ജസ്റ്റിസ് ലോക്കൂർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ നിന്ന് തിരികെ പന്തളത്തെത്തിയ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകി. കുളനട ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്ന് ശരണാരവങ്ങളോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വരവേൽപ്പൊരുക്കിയത്. മകരവിളക്കുത്സവത്തിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണങ്ങൾ കാടും മേടും താണ്ടി തിരികെ പന്തളത്തെത്തിച്ചപ്പോൾ ശരണാരവങ്ങളോടെയാണ് ഭക്തർ വരവേറ്റത്. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്രയെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. മണികണ്ഠനാൽത്തറ കടന്ന് രാജവീതിയിലൂടെ മേടക്കല്ലിലെത്തിയപ്പോൾ കർപ്പൂഴാടി തെളിയിച്ചാണ് കൊട്ടാരമംഗങ്ങൾ ഘോഷയാത്രയെ തിരുവാഭരണ മാളികയായ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് ആനയിച്ചത്. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധര പിള്ളയും സംഘവും ശരണം വിളിച്ച് നമസ്കരിച്ചു.
തുടർന്ന് തിരുവാഭരണ പേടകങ്ങൾ കൊട്ടാരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന അറകളിലേക്ക് മാറ്റിയതോടെ ഈ മണ്ഡല മകരവിളക്ക് കാലത്തിലെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി യോഗം ഇന്ന്. വനിതാ മതിലിന് ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേരുക. ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ, കൺവീനർ പുന്നല ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുക്കും. കേബിൾ ടി വി സംഘടനകളുടെ സമരത്തിന് CITU പിന്തുണ പ്രഖ്യാപിച്ചു. CITU സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. താരിഫ് ഓർഡറിലെ അപാകത പരിഹരിക്കണമെന്നും ബേസിക് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് നിവേദനങ്ങൾ നൽകിയിട്ടും സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാത്തത് പ്രതിഷേധാർഹമെന്നും CITU സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവ് അടുത്ത മാസം 15 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് കോൺക്ലേവ് നടക്കുക. ആയുഷ് ഉൽപ്പന്നങ്ങൾ, ചികിത്സാ രീതികൾ, ചികിത്സകർ എന്നിവയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും IAC ലക്ഷ്യമിടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ആയുർവേദത്തിനും ഇതര ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങൾക്കും കേരളം പുകൾപെറ്റതാണ്. അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവ് 2019 ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ആയുർവേദത്തിന്റെയും മറ്റ് ചികിത്സാ രീതികളുടെയും പ്രസക്തി വെളിവാക്കുന്നതിനും ഈ മേഖലയിൽ നമുക്ക് കേരളത്തിന്റെ അറിവുകളും കേരളത്തിന്റെ സാധ്യതകളും അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമാണ് ആയുഷ് കോൺക്ലേവ് ഉദ്ദേശിക്കുന്നത്. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ വിവിധ സ്പെഷ്യാലിറ്റി ചികിത്സാ രീതികൾ ലോകമെങ്ങും കോൺക്ലേവിലൂടെ പരിചയപ്പെടുത്തും. അന്താരാഷ്ട്ര മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളും സംരംഭകരുമായി കേരളത്തിലെ ആയുഷ് മേഖലയ്ക്ക് പരസ്പര സഹകരണത്തിനുള്ള അവസരം സൃഷ്ടിക്കുകയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. തെളിവധിഷ്ഠിതമായ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ എന്ന നിലയിൽ ആയുഷിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവൃത്തി കൂടിയാണ് IAC. ഇതിലൂടെ ആയുഷ് ഉൽപ്പന്നങ്ങൾ, ചികിത്സാ രീതികൾ, ചികിത്സകർ എന്നിവയ്ക്കുള്ള ഗുണനിലവാരം ഉയർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവസരമൊരുക്കും. 4 ദിവസമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ അന്താരാഷ്ട്ര സെമിനാർ, ദേശീയ ആരോഗ്യ എക്സ്പോ, ബിസിനസ് മീറ്റ് തുടങ്ങിയവയും ഉണ്ടാകും. 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേരളത്തിലെ ആയുഷ് വൈദ്യശാസ്ത്ര വിഭാഗങ്ങളുടെ ചരിത്രത്തിൽ സർക്കാർ മുൻകൈയിൽ നടക്കുന്ന ആദ്യത്തെ സംരംഭം കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ വീണ്ടും കുരങ്ങുപനി. കർണാടകയിലെ ഷിമോഗയിൽ രോഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് മാനന്തവാടി മേഖലയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം പടരാനുള്ള സാധ്യത ഉള്ളതിനാൽ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ വിഭാഗവും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ വീണ്ടും കുരങ്ങുപനി സ്ഥിരീകരിക്കുന്നത്. 2015 വയനാട്ടിൽ ആദ്യമായി കുരങ്ങുപനി സ്ഥിരീകരിക്കുന്നത്. അന്ന് 11 പേർ മരണപ്പെട്ടിരുന്നു. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അരണപ്പാറ സ്വദേശിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ബാവലി സ്വദേശിക്കുമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് പറയുന്നത്. രക്തസാമ്പിളും സ്രവവും മണിപ്പാൽ വൈറോളജി ലാബിൽ പരിശോധിച്ചാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട്ടിനോട് ചേർന്നുള്ള കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജാഗ്രത പാലിച്ചു വരുന്നതിനിടെയാണ് രോഗം കണ്ടെത്തിയത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. രോഗം പടരാതിരിക്കാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ജന്തുജന്യ രോഗമാണ് കുരങ്ങുപനി. ഈ രോഗത്തിന്റെ വൈറസുകൾ ചെറിയ സസ്തനികൾ, കുരങ്ങന്മാർ, ചിലയിനം പക്ഷികൾ എന്നിവയിലാണ് കാണപ്പെടുന്നത്. ഇത്തരം ജീവികളുടെ രക്തം കുടിച്ചു വളരുന്ന ചെള്ളുകളാണ് മനുഷ്യരിൽ രോഗമെത്തിക്കുന്നത്. വനപ്രദേശങ്ങളോട് ചേർന്നാണ് രോഗസാധ്യത കൂടുതൽ. ഈ മേഖലകളിൽ പ്രതിരോധ മരുന്നുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട്ടിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. 3 മണിക്ക് കൽപ്പറ്റ കളക്ടറേറ്റിൽ വെച്ചാണ് യോഗം. ആരോഗ്യവകുപ്പ്, ഫോറസ്റ്റ്, പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരോട് യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സ്ഥിതി വിലയിരുത്തുക, ഏതെല്ലാം പ്രതിരോധ മാർഗങ്ങളാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുക, ഏതൊക്കെ തലത്തിൽ ബോധവൽക്കരണം നടത്തണം എന്നതിനെക്കുറിച്ച് രൂപരേഖ ഉണ്ടാക്കുക എന്നിവയാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. കുരങ്ങുപനി സ്ഥിരീകരിച്ച 2 പേരുടെയും നില ഗുരുതരമല്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം.
മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ പുനർപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. വിദ്യാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിയ തുക ഇരട്ടിയായി മടക്കി നൽകണം എന്ന ഉത്തരവിന് എതിരെയായിരുന്നു പുനർപരിശോധനാ ഹർജി സമർപ്പിച്ചത്. ഹരീഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഹരീഷ്, എന്തൊക്കെയാണ് കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചത്? ആനന്ദ്, കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിയ തുക ഇരട്ടിയായി മടക്കി നൽകണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെതിരെ തന്നെയായിരുന്നു ഒരു പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, വിനീശ്വര എന്നിവരടങ്ങിയ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജികൾ തള്ളിയത്. എന്തായാലും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. 2016-2017 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിയ പണം ഇരട്ടിയായി തന്നെ തിരിച്ചു നൽകണമെന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജ് സുപ്രീം കോടതി ആദ്യമേ നിരീക്ഷിച്ചിരുന്നു. അങ്ങനെ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തോട് കൂടി തന്നെ അവർ പുനഃപരിശോധന ഹർജി നൽകിയത്. അതായത് ചേംബറിൽ വെച്ച് 2 ജസ്റ്റിസുമാർ പരിഗണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. 150 വിദ്യാർത്ഥികളുടെ പ്രവേശനം ചട്ടവിരുദ്ധമാണെന്ന് കണ്ട് സുപ്രീം കോടതി അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ 150 വിദ്യാർത്ഥികളാണ് 2016-2017 വർഷത്തിൽ അധ്യയന വർഷത്തിൽ അവിടെ പ്രവേശനം നേടിയത്. അപ്പൊ അവർക്കുള്ള തുക, അവരിൽ നിന്ന് വാങ്ങിയ ഫീസായി ഈടാക്കിയ തുകയെല്ലാം ഇരട്ടിയായി തന്നെ തിരിച്ചു നൽകണമെന്നായിരുന്നു കോടതി വിധി. ആ 150 വിദ്യാർത്ഥികളുടെ ഭാവിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ഓർഡിനൻസ് പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കുട്ടികളുടെ ഭാവി ഇത്രയും വർഷം പോയതാണ് എന്നാൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഓർഡിനൻസ് ഇറക്കിയിരുന്നു. പക്ഷെ ആ ഓർഡിനൻസിനെതിരെ തന്നെ സുപ്രീം കോടതി ഹർജി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓർഡിനൻസ് റദ്ദാക്കേണ്ട സാഹചര്യം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ തന്നെ നിലവിൽ ഓർഡിനൻസ് ഇറക്കുന്ന കുട്ടികളുടെ ഭാവിയുടെ അടിസ്ഥാനത്തിലാണ്. കുട്ടികളുടെ ഭാവി ഇത്രയും വർഷം നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ എല്ലാം തന്നെ അത് സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിന് ഇപ്പോൾ ഒരു തിരിച്ചു തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ആ ഹർജി തള്ളിയിരിക്കുന്നു. എന്തായാലും 150 വിദ്യാർത്ഥികളുടെ പ്രവേശനമാണ് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ റദ്ദാക്കിയത്. അവർക്കുള്ള പണം ഇരട്ടിയായി നൽകാനാണ് സുപ്രീം കോടതി എന്തായാലും തന്നെ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയും ഉത്തരവ് കഴിഞ്ഞ ദിവസം കൂടി ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ ഒരു ഹർജി കൂടി തള്ളിയതോടുകൂടി തന്നെ ഈ 150 വിദ്യാർത്ഥികളുടെയും പ്രവേശനം ചട്ടപ്രകാരമല്ലെന്ന് കണ്ടതോടുകൂടി തന്നെ അവർക്കുള്ള പണം, അവരുടെ ഫീസ് തുക എല്ലാം തന്നെ ഇരട്ടിയായി തിരിച്ചു നൽകണം. ആനന്ദ്. ശരി, ഹരീഷ് ചെനങ്ങാട്ടാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേള.